കഥകളും കഥാപാത്രങ്ങളും ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഇത് തികച്ചും നമ്മള് ഈ യഥാർത്ഥ കഥാപാത്രങ്ങൾ യഥാർത്ഥ സംഭവത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് ഒരുക്കിയ കഥയല്ല. അപ്പൊ അങ്ങനൊരു വിവാദം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പബ്ലിസിറ്റി എല്ലാം പട്ടാപ്പകൽ നടത്തിയ 6 കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള പബ്ലിസിറ്റി കാരണം ഇപ്പൊ പലരും അത് ഞങ്ങളുടെ കഥയല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു 2 ദിവസം മുമ്പ് ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വിളിച്ചു, അവരുടെ വീട്ടുകാർ നമ്മളെ സമീപിച്ചു. ഫിലിം ചേംബറിൽ ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ നമുക്കതിന് പറയാനുള്ള ഉത്തരം ഉണ്ടായിരുന്നു, അവരതിൽ കൺവിൻസുമാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആ ഒരു ഒറ്റ സംഭവത്തെ ആസ്പദമാക്കിയല്ല ആ സിനിമ ഒരുക്കിയത്. ഇത് നമ്മൾ സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം, അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ നമ്മുടെ അയൽപക്കത്തോ ഏതൊരു സാഹചര്യത്തിലും സംഭവിക്കാവുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് നമ്മളത് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിലെ നമ്മൾ പ്രധാന കഥാപാത്രം ചെയ്യുന്ന അജാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടിപ്പുലിമുരുകനിലൂടെ നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചു വന്ന ഒരു കുട്ടിപ്പുലിമുരുകൻ. ആ അജാസാണ് ഇന്ന് നായകനായിട്ട് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. അതേപോലെ സാന്ദ്രയാണ് അജാസിന്റെ പേരായിട്ടുള്ളത്. സാന്ദ്രയും കുട്ടിക്കാലം മുതൽ റിയാലിറ്റി ഷോസിലും സീരിയൽസിലും ഒക്കെ വന്ന് പിന്നീട് വളർന്ന് ഡോക്ടറായി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമയിലേക്ക്. സാന്ദ്രയുടെയും ആദ്യത്തെ സിനിമയാണ്. പിന്നെ സുരേഷ് ഏട്ടനെ എല്ലാവർക്കും അറിയാം. സുരേഷ് ഏട്ടൻ അതിനൊരു പാട്ട് പാടിയിട്ടുണ്ട്.